students, we are going to the last chapter of the focus area, the Serang of Ranaganji. ഇത് ഡോക്ടർ A.J. ക്രോണിൻ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. വളരെ വ്യത്യസ്തമായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, വലിയൊരു സന്ദേശമുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. സോ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ വെരി ഗുഡ് മെസ്സേജ്. ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല ഇറ്റ്സ് എ വെരി ഗുഡ് റീഡിങ് ഓൾസോ. ഓക്കെ, വളരെ ആസ്വദിച്ച് വായിക്കാവുന്ന ഒരു നല്ല ചെറുകഥയും കൂടിയാണ്, വളരെ കെട്ടുറപ്പുള്ള നല്ലൊരു ചെറുകഥയും കൂടിയാണ് ഡോക്ടർ A.J. ക്രോണിൻ്റെ ദ സെറാങ് ഓഫ് റനഗഞ്ചി. സെറാങ് എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ സ്രാങ്ക് എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ്. എ സെറാങ് ഈസ് എ ഷിപ്പ് അസിസ്റ്റൻറ്റ് ഓർ എ ബോട്ട് അസിസ്റ്റൻറ്റ്. ക്യാപ്റ്റനെ സഹായിക്കുന്ന ഒരു ബോട്ടിലെയോ ഷിപ്പിലെയോ അസിസ്റ്റൻറ്റിൻ്റെ പേരാണ് സെറാങ് എന്നുള്ളത്. ഓക്കെ, റനാഗഞ്ചി ഈസ് ദ നെയിം ഓഫ് എ ഷിപ്പ് വിച്ച് ഇസ് സെയിലിംഗ് ഫ്രം ബ്രിട്ടൻ ടു ഇന്ത്യ. ഓക്കെ, ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റനാഗഞ്ചി. റനാഗഞ്ചി എന്ന കപ്പലിലെ സ്രാങ്ക്, അതാണ് കഥയുടെ ടൈറ്റിൽ. We are going to the story, okay? Look, my dear, did you ever in your life see such an absurdly comic creature? A smartly dressed woman, first-class passenger on the Ranaganji, about to sail from Liverpool on the long voyage to Calcutta, made this remark in a high, well-bred voice to her companion as they stood before me on the liner's upper deck. Well, this is a very dramatic kind of opening. ഡ്രമാറ്റിക് എന്ന് പറഞ്ഞാൽ നാടകീയമായ ഒരു തുടക്കമാണ് കഥയുടെ. ആരാണ് സംസാരിക്കുന്നതെന്നോ എവിടെ നിന്നാണെന്നോ ഒന്നും നമുക്ക് ആദ്യത്തെ ഒരു സൂചനയില്ല. വളരെ നാടകീയമായി കഥ തുടങ്ങുന്നു. ഓക്കെ, ആദ്യം ഒരു സംഭാഷണമാണ് നമ്മൾ കേൾക്കുന്നത്. ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സേർഡ്ലി കോമിക് ക്രീച്ചർ? അബ്സേർഡ്ലി മീനിങ്ലെസ്ലി, ഓക്കെ, എക്സ്ട്രീംലി, അബ്സേർഡ്ലി. കോമിക് ക്രീച്ചർ, എ ക്രീച്ചർ ഓഫ് കോമിക് പ്രൊപ്പോർഷൻസ്. താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത്രയും കോമാളിത്തം നിറഞ്ഞ ഒരു ജന്തുവിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? എ സ്മാർട്ട്ലി ഡ്രസ്ഡ് വുമൺ, എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ റനാഗഞ്ചി, അബൌട്ട് ടു സെയിൽ ഫ്രം ലിവർപൂൾ ഓൺ എ ലോങ് വോയേജ് ടു കൽക്കട്ട. അവിടെയാണ് ഈ സംഭാഷണം കേൾക്കുന്നത്. ഒരു കപ്പലിൻ്റെ ഡെക്കിൽ വെച്ചിട്ടാണെന്നും ആ കപ്പൽ ബ്രിട്ടനിലെ ലിവർപൂൾ തുറമുഖത്തു നിന്നും ഇന്ത്യയിലെ കൽക്കട്ടയിലേക്ക് വരുന്ന ഒരു കപ്പലാണെന്നും അതിൻ്റെ ഡെക്കിൽ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറായിട്ടുള്ളൊരു സ്ത്രീയാണ് ഈ സംഭാഷണം പറയുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നത്. മെയ്ഡ് ദിസ് റിമാർക്ക്, ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ആ ഒരു സ്ത്രീയാണ്. ഓക്കെ, ഇൻ എ ഹൈ വെൽ ബ്രെഡ് വോയിസ്, ആൻഡ് ഹെർ വോയിസ് വാസ് ഹൈ ആൻഡ് ഇറ്റ് വാസ് വെൽ ബ്രെഡ്, ആൻഡ് ദാറ്റ് ഈസ് പുട്ട് വിത്തിൻ ഇൻവേർട്ടഡ് കോമാസ്. ആ വെൽ ബ്രെഡ് എന്നുള്ളത് അവിടെ ഉദ്ധരണിക്കകത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഷീ ഈസ് റെപ്രസെൻറ്റിങ് ദ റിച്ച് ക്ലാസ്, ദ പ്രോമിനൻറ്റ് ക്ലാസ് എന്നാണ്. വളരെ കുബേരരായിട്ടുള്ള, സമ്പന്നരായിട്ടുള്ള, ആഢ്യന്മാരായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. അതാണ് അത്തരത്തിലുള്ള ഒരു മോഡ്യുലേറ്റ് ചെയ്ത, ക്രമീകരിച്ച ഒരു ശബ്ദത്തിലൊക്കെ അവർ പറഞ്ഞ് ചിരിക്കുന്നത്. ഓക്കെ, ടു ഹെർ കമ്പാനിയൻ, അവളുടെ കൂടെ ഒരാളുണ്ട്, അയാളോടാണ് അവൾ ഈ പറയുന്നത്. ആസ് ദേ സ്റ്റുഡ് ബിഫോർ മീ ഓൺ ദ ലൈനേഴ്സ്, ലൈനർ മീൻസ് ഷിപ്പ്, അപ്പർ ഡെക്ക്, കപ്പലിൻ്റെ മുകൾ തട്ട്. അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഈ സംഭാഷണം എൻ്റെ അടുത്തു നിന്നും ഞാൻ കേട്ടത്. Following their amused gaze, my eyes came to rest upon a squat, very ugly native seaman with short legs and a large disproportionate head. ആരെക്കുറിച്ചാണ് ഇവരിത് പറയുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ താഴേക്ക് നോക്കി. സോ ഐ സോ ഫോളോയിങ് ദിയർ അമ്യൂസ്ഡ് ഗെയ്സ്. അമ്യൂസ്ഡ് മീൻസ് ഇൻട്രസ്റ്റഡ്, എക്സൈറ്റഡ്, ഫണ്ണി. ഓക്കെ, ഇവരാരെക്കുറിച്ചാണ് ഇത്രയും തമാശയായി സംസാരിക്കുന്നത് എന്നറിയാൻ. ഗെയ്സ് മീൻസ് ലുക്ക്. ഓക്കെ, ആരെയാണ് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നത് എന്നറിയാനായി ഞാൻ കപ്പലിൽ നിന്നും പുറത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ കണ്ടത് മൈ ഐസ് കെയിം ടു റെസ്റ്റ് അപ്പോൺ എ സ്ക്വാറ്റ്. സ്ക്വാറ്റ് മീൻസ് ഷോർട്ട് ആൻഡ് ഫാറ്റ്, തടിച്ച് കുറുകിയ. ഓക്കെ, വെരി അഗ്ലി നേറ്റീവ് സീമാൻ. നേറ്റീവ് മീൻസ് ഇന്ത്യൻ. ഇവിടെ നേറ്റീവ് എന്നുള്ള വാക്കിന് തദ്ദേശവാസി എന്നാണ് അർത്ഥം, അതായത് ഇന്ത്യക്കാരൻ എന്നർത്ഥം. ഓക്കെ, നേറ്റീവ് ഇന്ത്യൻ സെറാങ്, ഹീസ് എ സെറാങ് ഓർ ക്വാർട്ടർ മാസ്റ്റർ. അത് സെറാങ് എന്നുള്ളതിന് മറ്റൊരു പേരാണ്. ക്വാർട്ടർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കപ്പലിലെ സഹായി എന്നേ അർത്ഥമുള്ളൂ. ക്വാർട്ടർ മാസ്റ്റർ ഓഫ് ദ ഷിപ്പ്, ആൻഡ് ഹീസ് എ സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് ദ ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ബട്ട് ഇറ്റ്സ് എ ലോവർ ലെവൽ ജോബ്. ഓക്കെ, he was quietly superintending the crew of ലാസ്കേഴ്സ് now completing the loading of baggage.
Now, what was this Serang doing? When I looked out, I have seen this Serang standing there on the harbor, on the port. And what was he doing? He was overseeing the uploading of baggage. ഈ കടലിലെ യാത്രക്കാരുടെ ബാഗേജൊക്കെ കയറ്റുന്നത് ലാസ്കർമാരാണ്. ലാസ്കർ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാർ. ആ ലാസ്കർമാരുടെ ജോലിക്ക് നിർദ്ദേശമൊക്കെ കൊടുത്തുകൊണ്ട് താഴെ നിൽക്കുകയാണ് കുള്ളനായ ഈ ഒരു മനുഷ്യൻ. ഓക്കെ, തടിച്ചു കുറുകിയ ഈ ഒരു മനുഷ്യൻ. ഓക്കെ, അയാൾ തീരെ സുന്ദരനല്ല. And he was quietly superintending the crew of the Lascars, now completing the loading of baggage. Looks hardly human, agreed the man with a superior smile. Inclines a chap to believe that dear old Darwin was not altogether wrong. ഓക്കെ, അപ്പോൾ തൻ്റെ കൂടെയുള്ള ഈ സ്ത്രീ പറഞ്ഞ അഭിപ്രായത്തോട് അവളുടെ കൂടെ ഉണ്ടായിരുന്ന പുരുഷൻ യോജിച്ചു. അയാൾ പറഞ്ഞു, ഓക്കെ, യു ആർ നോട്ട് എൻറ്റയർലി റോങ്. ഓക്കെ, ആൻഡ് ഇഫ് യു സീ സച്ച് എ മാൻ, you will come to believe that Darwin was not completely wrong. ചാൾസ് ഡാർവിനാണ് മനുഷ്യൻ കുരങ്ങനിൽ നിന്നും പരിണാമം സംഭവിച്ചുണ്ടായതാണ് എന്ന പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടാൽ, വിരൂപരായ മനുഷ്യരെ കണ്ടാൽ, മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായതാണ് എന്നതിന് വേറെ തെളിവ് വേണ്ട എന്നും പറഞ്ഞ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചിരിച്ചു എന്ന് പറയുന്നു. We start the journey. The voyage began favorably in calm, clear weather. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ആ കഥാകൃത്ത് മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ കഥാപാത്രത്തെക്കുറിച്ച് കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിൽക്കുന്ന രണ്ടു പേർ തമ്മിൽ നടന്ന ഒരു യാദൃച്ഛിക സംഭാഷണം എന്നുള്ളതിൽ കവിഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് ഈ സംഭാഷണത്തെക്കുറിച്ച് സൂചനകളൊന്നുമില്ല. പക്ഷേ we are going to see how that particular dialogue was very crucial in the entire story. ഈ കഥയുടെ തുടർന്നുള്ള പുരോഗതിയിൽ ആ ഒരു സംഭാഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഇനിയും കാണും. The voyage began favorably in calm, clear weather. Okay, യാത്ര തുടങ്ങിയപ്പോൾ, voyage, യാത്ര, travel, the trip, sailing തുടങ്ങിയ സമയത്ത് the sea was calm and the sea was and the weather, climate was clear. Okay, we crossed the Bay of Biscay, കടലിടുക്ക്, Bay of Biscay, without suffering unreasonably, too much, unduly from the turbulent waters, and soon were through the Strait of Gibraltar, traversing the tranquil Mediterranean under azure skies. അപ്പോൾ ആ യാത്രയുടെ ഒരു ദിശയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ കപ്പൽ കടന്ന് പുറംകടലിലേക്ക് കടക്കുന്നത് ബേ ഓഫ് ബിസ്കേ കടന്നിട്ടാണ്. ഓക്കെ, ആ ഒരു കപ്പൽ ചാൽ ബേ ഓഫ് ബിസ്കേ കടന്നതിന് ശേഷം വി ഹാവൻറ്റ് സഫേർഡ് മച്ച് ടെർബ്യുലൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ്. കടലിൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആൻഡ് സൂൺ വെർ ത്രൂ ദ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ കനാലിലൂടെ, ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ ഞങ്ങൾ വി വർ ക്രോസിങ് ദ ട്രാൻക്വിൽ മെഡിറ്ററേനിയൻ. ട്രാൻക്വിൽ മീൻസ് പീസ്ഫുൾ. മെഡിറ്ററേനിയൻ സീ അണ്ടർ അസ്യൂർ സ്കൈസ്. അസ്യൂർ മീൻസ് ക്ലിയർ. ആകാശം തെളിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ മഴയോ മറ്റ് ശല്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഓക്കെ, മെഡിറ്ററേനിയൻ കടന്നു. അതിനുശേഷം രണാഗഞ്ചി വാസ് എ സ്റ്റൗട്ട് ഓൾഡ് ടബ് manned by white officers with an entirely native Indian crew. ആ കപ്പലിനെ കുറിച്ചുള്ള വിവരണം ഒറ്റ വാചകത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഇറ്റ് വാസ് എ സ്റ്റൗട്ട് ഓൾഡ് ടബ് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്റ്റൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം എ ടഫ്, എ സ്ട്രോങ്, സ്മോൾ ടബ് എന്ന് പറയുന്നത് ഇവിടെ ഷിപ്പിനെയാണ്. ഓക്കെ, ഒരു പഴക്കം ചെന്ന ഉറപ്പുള്ള ഒരു കപ്പലായിരുന്നു. ആൻഡ് ഓഫീസേഴ്സ് വർ കംപ്ലീറ്റ്ലി ഫോറിൻ. കപ്പലിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുഴുവൻ, സെയിലേഴ്സ്, ക്യാപ്റ്റൻസ്, എവ്രി വൺ ഓക്കെ വാസ് എ ബ്രിട്ടീഷർ. പക്ഷേ അതിലുള്ള താഴെയുള്ള ജീവനക്കാർ മുഴുവൻ നേറ്റീവായിരുന്നു, ഇന്ത്യക്കാരുമായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, I was a physician of the ship and was delighted by the balmy breezes and brilliant sunshine. ഞാൻ ഈ കപ്പലിലെ ഫിസിഷ്യനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ സുന്ദരമായ കാലാവസ്ഥ എനിക്ക് തൃപ്തികരമായി തോന്നി. The ship was crowded, packed with passengers from stem to stern. From stem to stern, the usual tourists and pleasure seekers, together with a large number of Anglo-Indian army officers, many of whom were accompanied by their wives and families.
അപ്പോൾ ഈ കപ്പലിലെ യാത്രക്കാർ എന്ന് പറയുന്നത് മുഖ്യമായും ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ആർമി ഓഫീസേഴ്സും അതുപോലെ ടൂറിസ്റ്റും ഹോളിഡേ മേക്കേഴ്സുമായിരുന്നു. ഹോളിഡേ മേക്കർ എന്ന് പറഞ്ഞാൽ വിനോദയാത്രക്കാർ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം നിറഞ്ഞിരുന്ന ഈ കപ്പലിൽ ഈ പട്ടാളക്കാരുടെയൊക്കെ കുടുംബങ്ങളും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കപ്പൽ തിങ്ങി നിറഞ്ഞിരുന്നു. കപ്പലിൽ ഒട്ടും തന്നെ സ്ഥലം മിച്ചമുണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് എ ഹാപ്പി ജേർണി. ഓക്കെ, ഒരു യാത്രയുടെ സുഖകരമായ തുടക്കം എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വോയേജ് ഈസ് എ സിമ്പൽ. യാത്ര എന്ന് പറയുന്നത്, ഒരു ട്രാവൽ, ഒരു വോയേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിമ്പലാണ്. ഒരു സിമ്പൽ എന്ന് പറഞ്ഞാൽ പ്രതീകം എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു മറ്റൊന്നിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളത്തെയാണ് സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം എന്ന് പറയുന്നത്. ഇവിടെ ഈ കപ്പൽ യാത്ര, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഈ കപ്പൽ യാത്ര വലിയൊരു പ്രതീകമാണ്. ഈ കപ്പൽ പുറപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടനിലെ ലിവർപൂൾ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നാണെന്ന് പറയുന്നു. അത് വരുന്നത് കൽക്കട്ടയിലേക്ക്, ഇന്ത്യയിലേക്കാണ് എന്നും പറയുന്നു. ഈ കപ്പലിലെ യാത്രക്കാർ മുഴുവൻ, അതിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ മുഴുവൻ വിദേശികളാണ് എന്ന് പറയുന്നു. അതേസമയം ആൻഡ് ദെയർ വർ സം ആംഗ്ലോ ഇന്ത്യൻ ഓഫീസേഴ്സ് ഓൾസോ, അതും പറയുന്നുണ്ട്. അതേസമയം അതിലെ കീഴ് ജീവനക്കാർ മുഴുവൻ ഇന്ത്യക്കാരായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു യാത്രയുടെ പ്രതീകമാണ്. പാശ്ചാത്യ ദേശങ്ങളും നമ്മുടെ ഓറിയൻ്റലായിട്ടുള്ള ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു യാത്ര കൂടിയാണ്. ഈ യാത്രയിൽ ഈ ഡോക്ടർക്കുണ്ടാവുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ കഥ, ദ സെറാങ് ഓഫ് റാനാഗഞ്ചി എന്നുള്ളത്. അപ്പോൾ ഈ കഥ തുടങ്ങുമ്പോൾ തന്നെ സെറാങ്കിനെ കുറിച്ചുള്ള ഒരു സൂചന തന്നിരിക്കുന്നു. ആ സൂചന ഒരു വിരൂപനായ ഈ മനുഷ്യനെ കൊണ്ട്, ചാൾസ് ഡാർവിൻ പറഞ്ഞതുപോലെ കുരങ്ങനിൽ നിന്നും പരിണമിച്ചുണ്ടായതാണ് ഈ മനുഷ്യൻ എന്നൊരു സൂചന അവിടെ ആ കപ്പലിലെ ഉയർന്ന വർഗ യാത്രക്കാരെ സൂചിപ്പിക്കുന്ന ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന വെള്ളക്കാരുടെ പ്രതിനിധിയാണ് ഈ സ്ത്രീ. ഓക്കെ, അപ്പോൾ ആ കപ്പലിൽ യാത്ര ചെയ്യുന്നവരുടെ ഒരു മനോഭാവം എന്താണ് എന്നും ആ മനോഭാവത്തിന് ഈ യാത്രയിൽ എന്ത് തരത്തിലുള്ള മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുമാണ് ഈ കഥയിൽ പറയുന്നത്. അത്തരത്തിലുള്ള വല്ല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് പറയുന്ന ആഖ്യാതാവായ ഡോക്ടറെ അത് ഏത് രൂപത്തിൽ, A.J. ക്രോണിനെ അത് ഏത് രൂപത്തിൽ സ്വാധീനിക്കുന്നു? ഇതെല്ലാമാണ് ഈ കഥയുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്. വി വിൽ സ്റ്റോപ്പ് ദെയർ ഫോർ ടുഡേ ആൻഡ് വാട്ട് വി ഡു ഈസ് വി വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. പ്ലീസ് റീഡ് ദിസ് സ്റ്റോറി ബിഫോർ വി കണ്ടിന്യൂ. ഓക്കെ, ഈ കഥ പൂർണ്ണമായും വായിച്ച് തയ്യാറായി അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. ഓക്കെ.